അങ്ങനെ കാലം മാറി വരുമ്പോൾ, പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു കാലത്തും ഇവിടുത്തെ മത നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂംബ ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കും തിരിച്ച് ഒരു മറ വയ്ക്കാതിരിക്കാം. ഇത് വെറും ഒരു എക്സസൈസ് അല്ല. ഇത് നൃത്തവും സംഗീതവുമൊക്കെയുള്ള ഒരു ഒരു എക്സസൈസ് രീതിയാണ്. ആ രീതി പഠിക്കുന്ന കുട്ടികൾക്ക് നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറും. അവർ നാളെ ചിലപ്പോൾ നൃത്തം ചെയ്തെന്ന് വരും, ചിലപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്തെന്ന് വരും. അതൊക്കെ താങ്ങാനുള്ള ശേഷി കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള പേടിയിൽ നിന്നാണ്. ആ പേടി ശരിയാണ് കേട്ടോ, അതുണ്ടാവും. പക്ഷേ അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം. അവിടെയാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തിയാൽ ചിലപ്പം അവർ ഈ പറഞ്ഞ പേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറിയ കുട്ടികൾ നൃത്തം ചെയ്തെന്ന് വരും പുറത്തുപോയി. താങ്ങുമോ കേരളം? അതാണ് എൻ്റെ ചോദ്യം.